ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യകാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വിഷയം പ്രത്യാശ അഥവാ ഹോപ്പ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ശൂന്യകാര്യത്തിൽ ദൈവത്തിൽ വളരെയധികം പ്രത്യാശ വെച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ഒരു മകൻ ജനിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ആ മകൻ അപ്രതീക്ഷിതമായി അവളുടെ ജീവിതത്തിൽ നിന്ന് നീക്കപ്പെടുന്നു. അവളുടെ സന്തോഷം ദുഃഖമായി മാറി. മകൻ മരിച്ചതിൽ നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയല്ല അവൾ ചെയ്യുന്നത്. അവൾ പ്രത്യാശയുടെ ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. അവൾക്ക് അവളുടെ മരിച്ചുപോയ മകനെ ജീവനോടെ തിരികെ കിട്ടണം. അതിനായിട്ട് കർമ്മേലിൽ ദൈവപുരുഷന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തണം. മകൻ മരിച്ചുപോയെന്ന് അവൾ ഭർത്താവിനോട് പറയുന്നില്ല. പകരം കർമ്മേലിലേക്ക് പോകുവാൻ ഒരു ബാല്യക്കാരനെയും കഴുതയെയും അയച്ചു തരണമേ എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഭർത്താവ് അവളോട് ചോദിക്കുന്നു, ഇന്ന് അമാവാസിയോ ശബത്തോ അല്ലല്ലോ, പിന്നെ എന്തിനു പോകുന്നുവെന്ന്. അതിന് മറുപടിയായി ഒരു പ്രത്യാശയുടെ വാക്കാണ് അവൾ പറയുന്നത്. മലയാളത്തിൽ വേണ്ടതില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഷാൽ ബി വെൽ എന്നാണ്. അതിൻ്റെ അർത്ഥം എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കും എന്ന്. ഒന്നും നമ്മൾ മനസ്സിലാക്കണം, അവളുടെ ഏക മകൻ മരിച്ചു കിടക്കുകയാണ്. അപ്പോഴും അവളുടെ ദൈവത്തിലുള്ള പ്രത്യാശയുടെ വാക്കുകളാണ് അവൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായി ദുഃഖകരമായ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾക്ക് ഈ വിധത്തിൽ പറയാൻ ഒക്കുമോ? ഭർത്താവിനോട് ഇപ്രകാരം പറഞ്ഞിട്ട് അവൾ സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കർമ്മേൽ പർവ്വതത്തിലേക്ക് ദൈവസന്നിധി തേടി പോവുകയാണ്. കർമ്മേൽ പർവ്വതം കയറുമ്പോൾ വേഗത വളരെയധികം കുറയും. എലിശ പ്രവാചകൻ അവളെ ദൂരത്തു നിന്നും കാണുന്നു. പ്രവാചകന് ഒരു ആകാംക്ഷ, ഈ സമയത്ത് ശൂന്യകാരത്തി വരുന്നതിൻ്റെ കാരണം എന്താണ്? ഗേഹസിയോട്, നീ വേഗത്തിൽ പോയി ശൂന്യകാരത്തിക്ക് സുഖമാണോ, ഭർത്താവിന് സുഖമാണോ, മകന് സുഖമാണോ എന്ന് തിരക്കിയിട്ട് വാ എന്ന് പറയുന്നു. ഗേഹസി ഓടിപ്പോയി ചോദിക്കുന്നു. അവിടെയും അവൾ പറയുന്നത് ഒരു പ്രത്യാശയുടെ വാക്കാണ്, ഇറ്റ് ഈസ് വെൽ, അതായത് സുഖം തന്നെ, നല്ലത് തന്നെ എന്ന്. ഇറ്റ് ഈസ് വെൽ എന്ന് പറഞ്ഞ ഈ വാക്ക് അനേകർക്ക് ആശ്വാസം പകരുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വാക്കായി തീർന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് ആശ്വാസം പകരുന്ന ഒരു പാട്ടുണ്ട്. ഇതെഴുതിയത് US ഷിക്കാഗോയിൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹൊറേഷ്യസ് സ്പാഫോർഡ് എന്ന ഒരു ദൈവഭക്തനാണ്. തൻ്റെ ബിസിനസ് എല്ലാം ഒരു വലിയ തീപിടുത്തത്തിൽ നശിച്ചുപോയി. അടുത്തതായി തൻ്റെ 4 പെൺമക്കൾ ഒരു കപ്പൽ ഛേദത്തിലും മരിച്ചു പോകുന്നു. അപ്പോൾ പാടിയ വരികളാണ് ഇറ്റ് ഈസ് വെൽ, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. ഈ പാട്ടിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾക്ക് ജീവിതത്തിൽ താങ്ങാനാവാത്ത ദുഃഖവും വേദനയും ഹൃദയത്തിൽ അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൽ പ്രത്യാശയും സമാധാനവും കണ്ടെത്താമെന്നാണ്. ശൂന്യകാരത്തിയുടെ ഈ പ്രത്യാശയുടെ വാക്കുകളാണ് ആ ദൈവദാസൻ ഈ ആശ്വാസത്തിൻ്റെ വരികൾ എഴുതുവാൻ പ്രചോദനം നൽകിയത്. അവൾ മുന്നോട്ട് പോയി എലിശ പ്രവാചകന്റെ കാൽക്കൽ വീണ് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചുവോ, എന്നെ ചതിക്കരുതേ എന്ന് പറഞ്ഞില്ലേ എന്ന്. നമ്മളുടെ മനസ്സിലെ ഭാരങ്ങളും വേദനകളും നമ്മൾ ദൈവസന്നിധിയിലാണ് പറയേണ്ടത്, അല്ലാതെ മനുഷ്യരോടല്ല. എലിശ പ്രവാചകനെ മനസ്സിലാകുന്നു അവളുടെ മകൻ മരിച്ചുപോയി എന്ന്. ഉടനെ തന്നെ അവളുടെ കൂടെ പോകുന്നു. പ്രാർത്ഥിച്ച് മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവനോടെ അവൾക്ക് നൽകുന്നു. അവളുടെ ഈ യാത്ര മനസ്സും ശരീരവും തളർന്ന് കഠിനമായ ഒരു ദീർഘയാത്രയായിരുന്നു. സഹനശക്തിയോടെ പ്രത്യാശയുടെ ഒരു യാത്ര. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. റോമൻസ് 5:4 ഇപ്രകാരം വായിക്കുന്നു, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു, ഈ പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല എന്ന്. നമ്മൾ കഷ്ടത്തിൽ കൂടി പോകുമ്പോൾ നമ്മൾക്ക് സഹനശക്തി വർദ്ധിക്കുന്നു. ആ സഹനശക്തി നമ്മുടെ സ്വഭാവത്തിനെ പക്വത വരുത്തുന്നു. ഇങ്ങനെ നമ്മൾക്കുണ്ടാകുന്ന പ്രത്യാശയിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ഈ സ്ത്രീയെ നോക്കും, മരിച്ചുപോയ മകനെ വീട്ടിൽ കിടത്തിയിട്ട് മണിക്കൂറുകളോളം സഹിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അവളുടെ മനസ്സിൽ ഒരു പക്വതയുണ്ട്. അവളുടെ പ്രത്യാശയിൽ അവൾക്ക് ഭംഗം വരുന്നില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ നോക്കും, ഇയ്യോബ് കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇയ്യോബിന്റെ ഭാര്യ ധനികയായിരുന്നെങ്കിലും പ്രത്യാശയില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു.
അവൾ ഇയ്യോബിനോട് പ്രകാരം പറയുന്നു, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന് പറയുന്നു. പ്രത്യാശയില്ലാത്ത കഠിനമായ വാക്കുകൾ. എന്നാൽ ഇയ്യോബിന്റെ പ്രത്യാശയുടെ വാക്കുകൾ എന്താണ്? ഇപ്രകാരം പറയുന്നു, എന്നെ വീണ്ടെടുത്തവൻ ജീവിച്ചിരിക്കുന്നുവെന്നും ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഞാൻ ദേഹരഹിതനായി അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്നാണ്. ദൈവം ഇയ്യോബിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തുന്നില്ല. ഇയ്യോബിന്റെ പിൽക്കാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും ദൈവവും എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കുമെന്ന്. ഇവിടെ ദാവീദ് രാജാവ് വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. തൻ്റെ മനസ്സിൽ നിരാശിതനായി ഹൃദയം വിഷാദത്തിലേക്ക് താണു പോവുകയാണ്. ഇങ്ങനെ വിഷാദിതരാകുമ്പോൾ മനസ്സിൽ തെറ്റായ ചിന്തകൾ വരും, തെറ്റായ തീരുമാനങ്ങൾ എടുക്കും, നമ്മൾ വിശ്വാസത്തിൽ വീണുപോകും. അതുകൊണ്ട് ദാവീദ് തന്നെ ധൈര്യപ്പെടുത്തുകയാണ്, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ഉറച്ചിരിക്കുക എന്ന്. 27-ാം സങ്കീർത്തനത്തിലും ദാവീദ് രാജാവ് പ്രത്യാശയുടെ ഒരു എക്സോർട്ടേഷൻ്റെ വാക്കാണ് നമ്മൾക്ക് എഴുതിയിരിക്കുന്നത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെടുക, ഉറച്ചിരിക്കുക, അതെ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക എന്ന്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ പ്രത്യാശയുടെ വാക്കുകളാണ്. ലോകത്തെ ജയിച്ച കർത്താവ് നമ്മളോടുകൂടി ഉണ്ട്. അതാണ് നമ്മളുടെ പ്രത്യാശ. നമ്മളെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വെള്ളം നമ്മളെ മുക്കിക്കളയുന്നത് പോലെയും തീയിൽ പൊള്ളുന്നത് പോലെയുമുള്ള കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ കടക്കേണ്ടി വരും. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീയിൽ വീണപ്പോഴാണ് നാലാമതൊരാൾ അവരോടുകൂടി ഉണ്ടായിരുന്നത്. അതുപോലെ താങ്ങാനാകാത്ത കഷ്ടങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ കർത്താവ് നമ്മളെ കൈവിടുകയില്ല, നമ്മളോടുകൂടി ഉണ്ട്. നമ്മളെ കൈക്ക് പിടിച്ച് ആ കഷ്ടങ്ങളെ തരണം ചെയ്യുവാൻ കർത്താവ് സഹായിക്കും. മനസ്സ് തളരരുത്. ശൂന്യംകാരത്തിയെ നോക്കൂ, അവൾ പ്രത്യാശയോടെ ധൈര്യത്തോടെ തളർന്നു പോകാതെ ദൈവസന്നിധി തേടിപ്പോകുന്നു. അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവം അവളുടെ മകനെ ജീവനോടെ തിരികെ നൽകുന്നു. നമ്മൾ പലവിധ കഷ്ടങ്ങളിലും വേദനകളിലും കൂടെ കടന്നു പോകുമ്പോൾ പതറാതെ ധൈര്യത്തോടെ സകലവും നന്നായി ചെയ്യുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കർത്താവ് വാക്ക് തന്നിട്ടുണ്ട്, ധൈര്യപ്പെടുവി, ഞാൻ കൂടെ ഉണ്ട് എന്ന്. വാക്ക് തന്നവർ വിശ്വസ്തൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.